ഹായ് മക്കളെ, നമ്മുടെ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ പല ആളുകളും പറയുന്നത് അവിടുന്ന് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യനുകളൊന്നും ചോദിക്കുന്നില്ല, ഡിലീറ്റഡ് പോർഷൻ ആണെന്നൊക്കെയാണ്. ബട്ട് അങ്ങനെയല്ല സത്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ എയർപോർട്ടുകളും പോർട്ടുകളും വരുന്ന മാപ്പിനെയാണ് പ്രധാനമായിട്ടും. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കാം. ഇവിടെ കർണാടകയിലെ പോർട്ട് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ, കണ്ടില്ലേ? അതുപോലെ തന്നെ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയോ, ഇവിടെ ശ്രീ ഗുരുരാംദാസ് ജി ഇന്റർനാഷണൽ എയർപോർട്ട് അഥവാ അമൃത്സറിലെ എയർപോർട്ട് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ 2023 പാരാദീപ് സീപോർട്ട്, ഇവയെല്ലാം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ നിന്നാണെങ്കിലും ഒരുപാട് മാപ്പുകളും വരുന്നില്ലേ, എല്ലാം കൂടെ പഠിക്കണം. വേണ്ട, അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത് ഈ ഒരു മാപ്പാണ്. ഈ ഒരു മാപ്പ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ എയർപോർട്ട് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഡിഫറെൻറ്റ് നെയിംസുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ശ്രീ ഗുരുരാംദാസ് ജി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അമൃത്സർ ആണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ എയർപോർട്ടാണ്. ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ മാപ്പ് കൃത്യമായിട്ട് പഠിക്കണം. ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി ഒഴിവാക്കേണ്ട ചാപ്റ്റർ അല്ല, അടിപൊളിയായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ്.